നമ്മുടെ ഡ്രീം ലാൻഡ് ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പെരിന്തൽമണ്ണ മഞ്ചേരി റൂട്ടിൽ മങ്കട കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ്. കാഞ്ഞിരപ്പടി എന്ന് പറയും. ഇവിടെ മാവുണ്ട്, പ്ലാവുണ്ട്, റംബുട്ടാനുണ്ട്, മരമുന്തിരി ഉണ്ട്, അബിയുവിൻ്റെ തൈകളുണ്ട്, പല പേരക്കുണ്ട്. പിന്നെ മാവിന് പൂത്ത ഐറ്റംസ് ഉണ്ട്, കായുള്ള ഐറ്റംസ് ഉണ്ട്. കാലാപ്പാടിൻ്റെ കാഴ്ച നിൽക്കുന്ന തൈയാണിത്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, മറ്റേ പുഴുക്കേടൊന്നും വരാത്ത മാങ്ങയാണ്. ഇനി വേറെ വെറൈറ്റികളുള്ളത് കോട്ടൂർ കോണമുണ്ട്. കോട്ടൂർ കോണം മൂവാണ്ടൻ, മറ്റേ കോട്ടപ്പറമ്പൻ. ഇത് കോട്ടൂർ കോണം വെറൈറ്റിയാണ്. ഇത് കുളമ്പ് മാവ് പൂത്ത് നിൽക്കണം. പിന്നെ അൽഫോൻസ തൈകൾ, അൽഫോൻസിൻ്റെ ഉണ്ട്. ഇത് നീലം മാങ്ങയാണ്, നീലൻ വെറൈറ്റിയിൽപ്പെട്ട മാങ്ങ പൂത്തിട്ടുണ്ട്. മാവിൻ്റെ വിവിധ വെറൈറ്റികളാണ് നമ്മളത്. ഒരു 10-20 വെറൈറ്റികളുണ്ട്. നാടൻ വെറൈറ്റി ഉണ്ട്, നമ്മളെ വിദേശ ഇനങ്ങളുണ്ട്. നാംഡോക്കി, മിയാസാക്കി, കിങ് ഓഫ് ചക്ബത്ത്, ഇങ്ങനെ വിദേശ ഇനങ്ങൾ പല ഇനങ്ങളുണ്ട്. പിന്നെ നാടൻ വെറൈറ്റികൾ ഉള്ളത് ഇപ്പോൾ കാലാപ്പാടി നമ്മളെ കോട്ടപ്പറമ്പ്, കോശ്ശേരി എല്ലാം ഇടങ്ങളിൽപ്പെട്ട. ഇത് വിയറ്റ്നാം മേറിലെ കാഴ്ച ചക്കയാണത്. അങ്ങനത്തെ ഒരു 10-20 തൈകളുണ്ട് ഇവിടെ. പിന്നെ റംബുട്ടാൻ പൂത്തിരിട്ടുണ്ട്, പൂവുള്ള റംബുട്ടാനുണ്ട്. പൂവ് എല്ലാം പൂത്തിരിക്കണം. അബിയുവിൻ്റെ വലിയ തൈകളുണ്ട്. അബിയുവിൻ്റെ അതിൻ്റെ ചെറുതുണ്ട്, ഇതിൻ്റെ ചെറുതുണ്ട്. ഇതൊരു മീഡിയം ടൈപ്പ്, അത് ഏറ്റവും വലിയ ടൈപ്പ് ഇടും. ഇനി അതിൻ്റെ ചെറുതുണ്ട് ടൈപ്പ്. ഇത് തെങ്ങിൻ തൈയാണ്, കുറ്റ്യാടി ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈയാണ്. ഇത് കവുങ്ങിൻ തൈയാണ്. ഇത് മോഹിൻ നഗർ, അത് മറ്റേ ഇന്റർമംഗള. ഇത് ഇന്റർമംഗളാണ്. ഇത് മരമുന്തിരിയാണ്, നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ വേറൊരു എസ്കാർലറ്റിൻ്റെ ചെറു തൈകളുണ്ട്, ചെറിയ തൈകൾ. ഇത് എസ്കാർലറ്റിൻ്റെ ചെറിയ തൈകളാണ്. എസ്കാർലറ്റ് ഇതിൻ്റെ റെഡ് ഡ്രാഗണും ഉണ്ട് ഇതിൻ്റെ. പിന്നെ റെഡ് ലേഡി പപ്പായൻ്റെ വലിയ തൈകളുണ്ട്. ഇതെല്ലാം ഇന്നലെ സ്റ്റോക്ക് ഇറക്കിയതാണ്. ഇത് ബോളാകൃതിയുള്ള കായ്ച്ചിരിക്കുന്ന സപ്പോർട്ടാണ്, ബോൾ. ഇത് ബനാന സപ്പോർട്ടാണ്. ഇത് കായ്ച്ചിട്ട് പൂവിട്ടിട്ടുണ്ട്. ഇത് ചെറുനാരങ്ങയാണ്, പൂവിട്ട ചെറുനാരങ്ങ. ഇത് റംബുട്ടാൻ N18 ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ തന്നെ പൂവിട്ട വലിയ തൈകളുമുണ്ട്, അതിൻ്റെ മീഡിയം തൈകളുമുണ്ട്. ഇത് പിന്നെ ചിക്കു സപ്പോട്ട, സാധാ സപ്പോട്ടയാണ്, വലിയ തൈകളുണ്ട്. പിന്നെ കാഴ്ച നിൽക്കുന്ന പിലാവ് തൈകളുണ്ട്, അത് വിയറ്റ്നാം മേർലിൻ്റെ തൈകളാണ്. ഇതെല്ലാം പൂവിട്ട മാവിൻ്റെ തൈകളാണ്. അത് കോട്ടൂർ കോണം ഇനത്തിൽപ്പെട്ടതാണ്. ഇത് മല്ലിക ഇനത്തിൽപ്പെട്ട മാവാണ്, മല്ലിക. ഇതിൽ പിന്നെ കോശ്ശേരിൻ്റെ മാവുണ്ട്, കോശ്ശേരി ഇനത്തിൽപ്പെട്ട പൂവിട്ട മാവാണ് കോശ്ശേരി. പിന്നെ ഇതെല്ലാം വിയറ്റ്നാം മേർലിൻ്റെ ചെറിയ തൈകൾ. ഇത് J33 തൈകളാണ്. ഇതെല്ലാം വിയറ്റ്നാം മേർലിൻ്റെ ചക്ക പൊട്ടുന്ന ചെറിയ തൈകളാണ്. ഇതെല്ലാം കായ്ക്കുന്ന തൈകളാണ്. ഇവിടെ ഇതിനാവശ്യമുള്ള വളങ്ങളുണ്ട്, ചട്ടികളുണ്ട്. നമുക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ എല്ലാം കച്ചവടം ചെയ്യുന്നത്. ആളുകൾക്കുള്ള സംശയം എല്ലാം തീർത്തു കൊടുത്തിട്ട് തന്നെയാണ്. ഒരു വർഷം ഇത് മാങ്കോസ്റ്റിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. കാഴ്ച തൈമെന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച തൈകൾ. ഇത് സാധാ കുരു മുളപ്പിച്ച് വെച്ച തൈകളാണ്. പിന്നെ ചെറുനാരങ്ങ സീഡ്ലെസ് ആണിത്, കുരു ഇല്ലാത്ത ചെറുനാരങ്ങ. പിന്നെ ജാതിക്കൻ്റെ ബെഡ് തൈകളുണ്ട്, ജാതിക്ക തൈ ബെഡ് പിടിപ്പിച്ചത്. പിന്നെ ബട്ടറിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. പിന്നെ കുറ്റിക്കുരുമുളകുണ്ട്, അത് ചട്ടിയിലും കവറിലും ഉണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇത് അടീനത്തിൻ്റെ തൈകളാണ്, വിത്ത് മുളപ്പിച്ച തൈകളാണ്. മറ്റേ പൂവിട്ടത് ബെഡ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുണ്ട്, പൂവിട്ടത്. അത് പലവിധമുണ്ട്, പല കളറിലുണ്ട്. ഇത് പൂവ് വന്നുകൊണ്ടിരിക്കുകയാണ്, പലവിധ പൂക്കൾ വിരിഞ്ഞ പൂവ്. ഇത് ആപ്പിൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈ. ഇൻഡോറിൻ്റെ തന്നെ പലവിധ വെറൈറ്റികളുണ്ട്. അന്തോറയുണ്ട്, അഗ്ലോണിമുണ്ട്, കലാത്തിയ ഉണ്ട്. ഇത് റബ്ബർ പ്ലാന്റാണ്, റബ്ബർ പ്ലാന്റിൻ്റെ. പിന്നെ ഓർക്കിഡിൻ്റെ തൈകളുണ്ട് കേട്ടോ, ഓർക്കിഡിൻ്റെ തൈകളാണിത്. ഓർക്കിഡിൻ്റെ തന്നെ പൂവിട്ടത് അവിടെ ഉണ്ട്, പൂവിട്ട് വേറെ തൈകൾ. ഇത് പീസ് ലില്ലി അറിയാം, പീസ് ലില്ലിൻ്റെ തൈകൾ. ഇത് ZZ പ്ലാന്റ്, ഇത് ഫേണ്ട്. പൂച്ചെടികളിൽ നമുക്ക് വെറൈറ്റികളുണ്ട്. റോസ് ഉണ്ട്, നമുക്ക് ചെമ്പരത്തി ഉണ്ട്, പലവിധ പൂച്ചെടികളുണ്ട്. മറ്റേ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറഞ്ഞ പൂച്ചെടിയാണിത്. ബ്ലീഡിങ് ഹാർട്ട്, തെച്ചിയുണ്ട്. പിന്നെ പൂത്ത റോസിൽ തന്നെ പല വെറൈറ്റികളുണ്ട് നമ്മളടുത്ത്, പല വെറൈറ്റി റോസുകളുണ്ട്. ഇത് കലാഞ്ചിയ ഇനത്തിൽപ്പെട്ട ഇതാണ്. നമ്മുടെ ഡ്രീം ലാൻഡ് ഗാർഡനിൽ പുതിയ വെറൈറ്റി ബോഗൺവില്ലകൾ വന്നിട്ടുണ്ട്. ഇത് അടർണ ഇനത്തിൽപ്പെട്ട ബോഗൺവില്ല. ഇത് അടർണയാണ്. ഇതിന് അങ്ങനത്തെ ഇതൊരു 10-35 വെറൈറ്റികളുണ്ട് നമ്മളടുത്ത്. ഇത് പിങ്ക് ബ്യൂട്ടിയാണ്, പിങ്ക് ബ്യൂട്ടി. ഇത് ഫെയറോപ്പാൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് മഹാറാണിയാണ്, ഇത് മഹാറാണി വെറൈറ്റി വെറൈറ്റി. ഇത് ഫോക്സ്റ്റൈൽ പിങ്ക് ആണ്, ഫോക്സ്റ്റൈൽ പിങ്ക്. അങ്ങനെ വേറെ തന്നെ പല വെറൈറ്റികളുണ്ട്. പിന്നെ പുറത്തും എല്ലായിടത്തും. ഇത് സുവർണയാണ്. ഡ്രീം ലാൻഡ് ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മഞ്ചേരി റൂട്ടിൽ
മങ്കട കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ്, അതായത് കാഞ്ഞിരപ്പടി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ്. അതൊരു ഏകദേശം മങ്കടയിൽ നിന്ന് 500 മീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ. പിന്നെ മഞ്ചേരി നിന്ന് വരുമ്പോൾ മങ്കട ടൗൺ എത്തേണ്ടതിന് മുമ്പാണ് ഉള്ള സ്റ്റോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്.